നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് കോർപ്പറേഷൻസ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ വിവിധ രൂപങ്ങളാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി എന്നിവയാണല്ലോ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അതിൽ ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻസ്. നമുക്ക് വളരെ സുപരിചിതമായ ചില സ്ഥാപനങ്ങൾ, ഇവയെല്ലാം പബ്ലിക് കോർപ്പറേഷനിൽ ഉൾപ്പെടുന്നവയാണ്. എന്താണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് നോക്കാം. A statutory corporations are public enterprises brought into existence by a special act of the Parliament or state legislature. The act defines objectives, powers and functions of a statutory corporation. It is a separate entity for legal purposes. It is managed by a board of directors appointed by the government. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ എ സ്പെഷ്യൽ ആക്ട്. പാർലമെന്റിലോ നിയമസഭകളിലോ പ്രത്യേക നിയമപ്രകാരം രൂപീകൃതമാകുന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ രൂപീകരണത്തിന് പ്രത്യേക നിയമം പാസാക്കുന്നു. ആ നിയമത്തിൽ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ, ഫങ്ഷൻസ് ഇവയെല്ലാം വിശദമായി പ്രതിപാദിക്കുന്നു. പബ്ലിക് കോർപ്പറേഷൻസിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇതിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. LIC, IFCI, SBI, എയർ ഇന്ത്യ, KSRTC മുതലായവയെല്ലാം പബ്ലിക് കോർപ്പറേഷൻസിന് ഉദാഹരണങ്ങളാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗവൺമെന്റ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട് ഇൻ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പബ്ലിക് കോർപ്പറേഷനെ മറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ക്രിയേറ്റഡ് ബൈ എ സ്പെഷ്യൽ ആക്ട്. ഈ സ്ഥാപനത്തിന്റെ രൂപീകരണത്തിന് പ്രത്യേക നിയമം പാസാക്കുന്നു. ആ നിയമപ്രകാരം രൂപീകൃതമാകുന്നതാണ് പബ്ലിക് കോർപ്പറേഷൻസ്. ഇറ്റ് ഹാസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ദ ഗവൺമെന്റ്. It can own property, make contracts and file suits in its own name. സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ സ്വന്തം പേരിൽ അസറ്റുകൾ ആർജിക്കുന്നതിനും കരാറിൽ ഏർപ്പെടാനും കേസ് നൽകുന്നതിനുമൊക്കെ ഇവയ്ക്ക് സാധിക്കും. ഇറ്റ്സ് എംപ്ലോയീസ് ആർ നോട്ട് ഗവൺമെന്റ് സർവൻസ്. സർക്കാർ ജീവനക്കാരായി ഇവരെ പരിഗണിക്കാറില്ല. ഈ കോർപ്പറേഷൻ തന്നെ അവരുടെ നിബന്ധനയ്ക്ക് വിധേയമായി ജീവനക്കാരെ നിയമിക്കുകയും അവരുടെ സേവന വേതന വ്യവസ്ഥകളെല്ലാം കോർപ്പറേഷൻ തന്നെ തീരുമാനിക്കുന്നു. ദെൻ ഫിനാൻഷ്യൽ ഓട്ടോണമി. ഇറ്റ് ഹാസ് ആൻ ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഇറ്റ് ക്യാൻ ബോറോ മണി ഫ്രം ദ പബ്ലിക് ആൻഡ് അഡോപ്റ്റ് ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യൽ പോളിസി. It has the authority to use its revenue. ഈ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട്. പണം വിവിധ സ്രോതസ്സിൽ നിന്നും റേസ് ചെയ്യാനും അവയെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനുള്ള അധികാരം പബ്ലിക് കോർപ്പറേഷൻസിനുണ്ട്. ഇവയുടെ വരുമാനങ്ങൾ സർക്കാർ ട്രഷറിയിലേക്കല്ല നിക്ഷേപിക്കുന്നത്, ഇവർക്ക് തന്നെ അവ ചിലവഴിക്കാനുള്ള അധികാരം ഉണ്ട്. It is not concerned with the central budget of the government. ഗവൺമെന്റിന്റെ ബജറ്റ് വിഹിതമൊന്നും ഇവയ്ക്ക് ലഭിക്കുന്നില്ല. Then advantages. First one is free from government control. These are autonomous bodies which are not under direct control of the government. It provides greater degree of operational freedom.
പബ്ലിക് കോർപ്പറേഷൻസിന് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഓട്ടോണമസ് ബോഡി ആയതിനാൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന് ഉണ്ട്. Then financial independence. A public corporation enjoys financial autonomy. The government does not interfere in their financial matters, including their income and receipts. ഇവയ്ക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. സർക്കാർ ഒരിക്കലും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാറില്ല. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവ നടപ്പിലാക്കുന്നതിൽ സർക്കാരിന്റെ ഇടപെടൽ പൊതുവേ കുറവാണ്. Then quick decisions. Being an autonomous body, they frame their own policies and procedures and can take quick decisions and prompt actions. സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇവയ്ക്ക് ഉള്ളതിനാൽ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നു. Then economic development. A statutory corporation is a valuable instrument for economic development. It has the power of the government combined with the initiative of private enterprises. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നു. കാരണം ഗവൺമെന്റിന്റെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇനിഷ്യേറ്റീവും ഇന്നോവേഷനും ഒക്കെ നടപ്പിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവയ്ക്ക് ഉണ്ട്. Then limitations, lack of flexibility. All actions are subject to many rules and regulations. The objects and powers of the statutory corporations cannot be changed without amending the act. നമുക്കറിയാം, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ പ്രത്യേക നിയമപ്രകാരം രൂപീകൃതമായതാണ്. ഇവയുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ആ ആക്റ്റിൽ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഇവയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ പ്രവർത്തന വിപുലീകരണം ആവശ്യമുണ്ടെങ്കിൽ ആക്ടിനെ തന്നെ അമെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് പലപ്പോഴും സമയം ദൈർഘ്യം ആവശ്യമുള്ളതും പ്രായോഗികമായി ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ്. ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ്. The board of directors of a statutory corporation is appointed by the government. They may not possess required skills and experience in management. ഇവയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കുള്ള നോമിനീസിനെ സർക്കാരാണ് നിശ്ചയിക്കുന്നത്. സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ആളുകൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വരുന്നു. അവർക്ക് പലപ്പോഴും മാനേജീരിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. അതിനാൽ തന്നെ അത് സ്ഥാപനത്തിൻ്റെ ഭരണ മികവിനെ സാരമായി ബാധിക്കും. ഡിലേ ഇൻ ഡിസിഷൻസ്. The government has a practice of appointing advisors to the corporation board. If there is any disagreement, the matter is referred to the government for final decisions. This further delays action. ഭരണസമിതിയിൽ പലപ്പോഴും സർക്കാരിൻ്റെ നോമിനീസ്, സർക്കാരിൻ്റെ ഉപദേശകർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വരുത്തുന്നതിന് വേണ്ടി അവർ ഭരണസമിതിയിൽ ഇടപെടുന്നു. പല തീരുമാനങ്ങൾക്കും സർക്കാരിൻ്റെ അനുമതി ആവശ്യമായി വരും. അപ്പോൾ ഇങ്ങനെ സർക്കാർ അനുമതിക്ക് വേണ്ടി വീണ്ടും ധാരാളം സമയം എടുക്കാനും അത് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീണ്ടും കാലതാമസം വരുത്തുകയും ചെയ്യും. Government and political interference has always been there in major decisions. സർക്കാരിൻ്റെ അമിത രാഷ്ട്രീയ ഇടപെടലുകൾ സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. കൂടാതെ പലപ്പോഴും വലിയ തോതിലുള്ള അഴിമതിക്കുള്ള സാധ്യത ഇവിടെ വർദ്ധിക്കുകയും ചെയ്യുന്നു. Then trust your understanding. Thank you for your cooperation. Thanks.